ഞങ്ങളെ സംബന്ധിച്ച ഒന്നും പ്രശ്നമില്ല. ജിന്നും ശൈത്താനും സിഹറും കണ്ണേറും അടക്കം ഏത് വിഷയവും ഞങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു റസൂല് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ ചോദ്യമില്ല. അള്ളാഹ് പറഞ്ഞു അള്ളാഹ് റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യമില്ല. സിഹർ വിഷയം റസൂല പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കാൻ ഞങ്ങൾ പോകൂല. അത് ബുദ്ധിക്കെതിരല്ലേ, ഖുർആനെതിരല്ലേ, ഞങ്ങൾ ചോദിക്കൂല. അതാ മുജാഹിദീങ്ങളുടെ പ്രത്യേകത. നിങ്ങൾ പുനരു സംവാദം പറഞ്ഞല്ലോ. പുനരു സംവാദത്തിൽ എന്താ മുജാഹിദീങ്ങളുടെ വ്യവസ്ഥ പറഞ്ഞത്? വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും. പുനരുവാദപ്രതിവാദത്തിൽ മുജാഹിദീങ്ങളുടെ വ്യവസ്ഥ പ്രമാണം ഖുർആനും സ്വഹീഹായ ഹദീസും. സ്വഹീഹായ എല്ലാ ഹദീസും എടുക്കാമെന്ന് ധൈര്യസമയം ഇതേമാതിരി പറയാൻ ഈ കൂട്ടായ്മ അല്ലാത്ത വേറെ മുജാഹിദ് ഉണ്ടാവില്ല. ഉറപ്പാ, വേറെ മുജാഹിദ് ഇപ്പൊ ഉണ്ടാവില്ല. സ്വഹീഹായ ഹദീസാണ് കാണിച്ചെന്നാൽ ഞങ്ങൾ എടുത്തോളാം എന്ന് പറയാൻ ഇന്ന് ഈ കൂട്ടായ്മക്കല്ലാത്ത ഒരു മുജാഹിദ് ഗ്രൂപ്പിലും കഴിയില്ല. സംശയമൊന്നുമില്ല. ആരും ഇതേപോലെ സ്റ്റേജ് ഇട്ടിട്ട് പറയില്ല അള്ളാഹ് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹീഹായി സ്വീകാര്യയോഗ്യമായി കിട്ടിയാൽ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ടീം അൽഹംദുലില്ലാ ഈ കൂട്ടായ്മയേ ഉള്ളൂ. അല്ലാത്തവനൊക്കെ ഹദീസ് സ്വഹീഹ് കാണിച്ചു കൊടുത്താലും അതിപ്പോ ബുഖാരി ഉണ്ടിട്ട് നമുക്ക് എടുക്കാനൊന്നും പറ്റൂല, അത് ബുദ്ധിക്കെതിരാണ്, അത് ഖുർആനെതിരാണ്, അത് ശരിയാവൂല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ദുർന്യായം പറഞ്ഞിട്ട് പോകും. അവിടെയാണ് പുനരു സംവാദത്തിന് പിന്മുറക്കാരായി ഞങ്ങൾ മാറുന്നത്. അവിടെ പ്രമാണം ഞങ്ങൾ നമ്മുടെ കഴിഞ്ഞ കാല നേതാക്കന്മാർ എഴുതി വെച്ചത് കിതാബും സ്വഹീഹായ ഹദീസും. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു കിതാബും സ്വഹീഹായ ഹദീസും 100% സ്വീകരിക്കും. യാൾ ഇബാദല്ലാഹ് എന്ന ഹദീസ് സ്വഹീഹ് അല്ലാത്തതുകൊണ്ട് സ്വീകരിക്കണില്ല, ശിർക്കായതുകൊണ്ടല്ല. യാൾ ഇബാദല്ലാഹ് എന്ന ഹദീസ് സ്വഹീഹല്ല, സ്വീകാര്യയോഗ്യമായ പരമ്പര ഉദ്ധരിക്കപ്പെട്ടതല്ല, ദുർബലമായതാണ്, അതുകൊണ്ട് അത് എടുക്കുന്നില്ല. നിബിധങ്ങൾ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ട് കിട്ടിയ ഒരൊറ്റ ഹദീസും, അത് സിഹറായിക്കോട്ടെ, കണ്ണേറായിക്കോട്ടെ, മസീഹു ദജ്ജാൽ ആയിക്കോട്ടെ, സിറാത്ത് പാലമാകട്ടെ, ഖബർ ശിക്ഷയാവട്ടെ, ഏതു വിഷയമാണെങ്കിലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കേട്ടാൽ സമിഅനാ വ അത്വഅനാ, കേട്ടു അനുസരിച്ചു. അതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നും സ്വീകരിച്ച നയം. ആ നയം അൽഹംദുലില്ലാഹ് ഇപ്പോഴും പ്രഖ്യാപിക്കുന്നു എന്ന് കൂടി കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്.